Hello friends, in the managerial economics നമുക്ക് പഠിക്കാനുള്ളത് exchange rate and exchange rate system. What's the exchange rate? It's the rate of which one currency is exchanged for another currency. It is the value of one currency in relation to another currency. This is the price of one currency in terms of another currency. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറൻസിക്ക് വേണ്ടി ഇനി ഒരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഒരു ഡോളർ വാങ്ങുന്നതിന് വേണ്ടി എത്ര നമ്മുടെ കറൻസി കൊടുത്തോ ആ കറൻസിയുടെ റേറ്റാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇറ്റ്സ് ദ വേ ആൻ അതോറിറ്റി ഡിറ്റർമൈൻസ് ആൻഡ് മാനേജസ് its currency in relation to other currencies. There are fixed exchange rate, flexible exchange rate, managed floating exchange rate. എന്താണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്? The rates that are directly convertible to words other currencies are called fixed exchange rate. It's the doesn't fluctuate or that change within predetermined rate the frequent intervals. Government or central banks interventions in the foreign market to keep a fixed exchange rate. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റ് കറൻസികൾ നേരിട്ട് പദങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാവുന്ന നിരക്കിനെയാണ് നിശ്ചിത ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇത് ചാഞ്ചാട്ടമോ മുൻകൂട്ടി നിശ്ചയിച്ചുള്ള നിരക്കിൽ ഇടയ്ക്കിട്ടുള്ള പദങ്ങളിലേക്കോ മാറുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്? എക്സ്ചേഞ്ച് റേറ്റ് ഈസ് allowed to vary to international foreign exchange market influence. No government or central banks intervention. Market force determine the exchange rate. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത വിനിമയ നിരക്ക് നിലനിർത്തുന്നതിന് വിദേശ സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിലെ ഇടപെടലാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇനി മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. This is where the currency is broadly managed by the force of demand supply, but the government takes action to influence the rate of change in the exchange rate. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡും സപ്ലൈയുടെ ശക്തികളാണ് കറൻസിയെ വിശാലമായി കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ വിനിമയ നിരക്കിൻ്റെ മാറ്റത്തിൻ്റെ തോതിനെ സ്വാധീനിക്കാൻ GVD നടത്തിയെടുക്കുന്നുണ്ട്. അതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഒന്നാമത്തത് റെഡ്യൂസ്ഡ് കറൻസി സ്പെക്കുലേഷൻ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കറൻസി യുവലേഷൻ കച്ചവടം കുറയുക. ഓക്കെ, രണ്ടാമത് ക്രിയേറ്റ്സ് ദ സ്റ്റെബിലിറ്റി ഇൻ നോയിങ് ദ എക്സ്ചേഞ്ച് റേറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനിമയ നിരക്ക് അറിയുന്നതിൽ സ്ഥിരത സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ട്രേഡ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്, ദസ് മാർക്കിംഗ് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് പോസിബിൾ. വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരത്തിൻ്റെ അപകട സാധ്യതയും അതിന് അനിശ്ചിതത്വം നേരിട്ടുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ബിസിനസ് നിക്ഷേപ ആസൂത്രണം സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഫിക്സഡ് എക്സ്ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി അതിന് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെ നോക്കാം. പ്രൊട്ടക്റ്റിംഗ് ദ എക്സ്ചേഞ്ച് റേറ്റ് require domestic economic policies to be frequently adjusted. Monetary policies focus on keeping the rate stable. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിനിമയ നിരക്ക് പരിരക്ഷിക്കുന്നതിന് ആഭ്യന്തര സാമ്പത്തിക നയങ്ങൾ പതിവായി ക്രമീകരിക്കേണ്ടതുണ്ട്. നിരക്ക് സ്ഥിരമായി നിലനിർത്തുന്നതിനാൽ ധനനയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിസർവ്സ് ആർ നീഡഡ് ടു പ്രൊട്ടക്റ്റ് ദ വാല്യൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂല്യം പരിരക്ഷിക്കുന്നതിന് കരുതൽ ആവശ്യമുണ്ട്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് മേ ബി അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനിമയ നിരക്ക് കുറഞ്ഞു കാണുകയോ പിന്നെ അമിതമായി വിലയിരുത്തുകയോ ചെയ്യാം. ഓക്കെ, ഇനി
advantages of floating exchange rate. First one, market determines, so it's the more efficient. Okay, മാർക്കറ്റ് നിർണയിച്ചു, അതിനാൽ ഇത് കൂടുതൽ കാര്യക്ഷമമാണ്. ഓക്കെ, നോ നീഡ് ഫോർ റിസർവ്സ് ടു ഇൻ്റർവെൻസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടൽ കരുതൽ ആവശ്യമില്ല. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് റേറ്റ് വുഡ് റിഫ്ലക്റ്റ് ഇറ്റ്സ് വാല്യൂ, വിനിമയ നിരക്ക് അതിൻ്റെ മൂല്യത്തെ പ്രതിഫലിക്കും. ഓക്കെ, ഫ്രീഡം ഓഫ് ഗവൺമെൻറ് ടു പ്രിഷർ ഇൻറ്റേർണൽ പോളിസീസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര നയങ്ങൾ പിന്തുടരാനുള്ള സർക്കാരിൻ്റെ സ്വാതന്ത്ര്യം. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അൺസർട്ടനിറ്റി ഓഫ് കറൻസിയുടെ അനിശ്ചിതത്വം. സ്പെക്കുലേഷൻ ഓഫ് കറൻസിയുടെ യൂട്ടിലൈസ് കച്ചവടം. പിന്നെ ലാർജ് ഡിപ്രിസിയേഷൻ മേൽ ഒക്വർ, വലിയ മൂല്യതകർച്ച സംഭവിക്കാം. പിന്നെ റെഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ദിസ് വുഡ് ബി ടു റിസ്കി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അപകട സാധ്യതയുള്ളതിനാൽ നിക്ഷേപം കുറച്ചു. ഓക്കെ, നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ fluctuations in the exchange rates are smoothened and bring stability in ER. വിനിമയ നിരക്ക് ഏറ്റക്കുറച്ചിന് സുഗമാക്കലും ERൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, റെഡ്യൂസ് സ്പെക്കുലേറ്റീവ് അറ്റാക്ക് ഓൺ ER വെച്ചിട്ടുണ്ടെങ്കിൽ ERന് വരുമ്പോഴുള്ള എന്താ പറയുക ഹക്ക കച്ചവടം ആക്രമണം കുറയ്ക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ നോക്കാം. അൺസർട്ടനിറ്റി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്, അനിശ്ചിതം പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല. ഓക്കെ, പിന്നെ ദ മാക്രോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്സ് ഇൻ്റർവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെടലിൻ്റെ മാക്രോ എക്കണോമിയിലെ പ്രത്യാഘാതങ്ങളാണ്. ഓക്കെ, അൺസർട്ടനിറ്റി അബൌട്ട് സെൻട്രൽ ബാങ്ക്സ് ടാക്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഇന്ന് പഠിച്ചത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, പിന്നെ സെക്കൻഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്തൊക്കെ, അതിൽ 3 എണ്ണമാണുള്ളത്. അത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കി. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും പിന്നെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ഇങ്ങനെ 3 ആക്കി തിരിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.